Hi dear students, next is 9th chapter sequences. എന്താണ് ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ? സീക്വൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ whose domain is the set of natural numbers. ഇപ്പോൾ set of natural numbers or set of positive integers. ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A1, A2, A3, A4 etc. AN. അത് നമുക്കറിയാം നാച്ചുറൽ നമ്പർ പറഞ്ഞാല് 1, 2, 3 അങ്ങനെ n+1 ഇങ്ങനെ പോകുന്നതിനാണ് ഇങ്ങനെയാണ് നമ്മളുടെ നാച്ചുറൽ നമ്പറിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടിയാണ്. നാച്ചുറൽ നമ്പേഴ്സിന് ഒന്നാമത്തത് രണ്ടാമത്തത് എന്ന് പറഞ്ഞ് നമുക്ക് നാച്ചുറൽ നമ്പറിനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ നമ്മൾ ഒരു സെറ്റിനെ അറേഞ്ച് ചെയ്തതാണ് ശരിക്ക് ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഓരോ നാച്ചുറൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സെറ്റിലെ എലമെന്റ്സിനെ വെക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് അറേഞ്ച്മെന്റ് ഈസ് എ സീക്വൻസ്. അപ്പൊ സീക്വൻസിനുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാല് സീക്വൻസിൽ എത്രാമത്തെ ടേമും നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് +1 -1 +1 -1 ദിസ് ഈസ് സീക്വൻസ്. ഇതിലെ 100ാമത്തെ ടേം എന്താണ്? -1 ആയിരിക്കും. 99ാമത്തെ ടേം എന്തായിരിക്കും? +1 ആയിരിക്കും അല്ലെ? എത്രാമത്തെ ടേമും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ സീക്വൻസിന്റെ ഡെഫിനിഷൻ എന്താണ്? എ ഫംഗ്ഷൻ whose domain is the set of positive integers. Sequence is denoted by A1, A2, etc. an+1, etc. Form of a sequence. അപ്പൊ ഈ സീക്വൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഈ സീക്വൻസിലെ മുഴുവൻ ടേമും ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇതില് ഓരോന്നിനും ഇതിന്റെ ടേംസ് ഓഫ് ദിസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്, ദ nth ടേം ഓഫ് ദ സീക്വൻസ്. ഇതാണ് സീക്വൻസിന്റെ പ്രത്യേകത. നമുക്ക് ഈ സീക്വൻസിനെ ഡിനോട്ട് ചെയ്യാന് നമ്മള് കേളി ബ്രാക്കറ്റിൽ an എന്ന് എഴുതും, അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിൽ an ഇട്ടിട്ട് n from 1 to infinity എന്ന് പറയും. സാധാരണ ഇതാണ് നമ്മളുടെ സീക്വൻസിന്റെ നൊട്ടേഷൻ. ചിലപ്പോൾ നമ്മൾ വെറും കേളി ബ്രാക്കറ്റ് മാത്രമേ ഇടുള്ളൂ. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. What is the sequence n/n+1 is equal to, നമുക്ക് അതിലെ ഫസ്റ്റ് എലമെന്റ് എന്താണ് വരിക? A1 equal to first term 1/1 + 1 is 1/2. Second term എന്താ വരിക? 2/2 + 1 is 2/3 അല്ലേ? Third term 3/3 + 1, that is 3/4. So the sequence is 1/2, 2/3, 3/4, 4/5, 5/6, etc. n/n+1, n+1/n+2, etc. This is the sequence n divided by n+1. But whereas the sequence root n divided by 2n-1, what about this sequence? Root 1 divided by 2n-1, root 2 divided by 2n-2, root 3 divided by 2 square, etc. So this sequence. ഇനി ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇങ്ങനെ
ചിലപ്പോ ഒന്നിൽ നിന്നല്ല നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ നമ്മളെ കൗണ്ടിങ് ഒന്നിൽ നിന്നല്ല തുടങ്ങുന്നെങ്കിൽ ഇപ്പൊ -1 raised to n root of n minus 2 n equal to 2 to infinity. This is also a sequence. So n ന് 2 കൊടുത്താൽ എന്താ വരിക? -1 square 0 അല്ലെ? ആദ്യത്തെ ടേം 0. n ന് 3 കൊടുത്താലോ -1 ക്യൂബ് മൈനസ് വരും. root of 3 minus 2 എന്ന് പറഞ്ഞാൽ -1 വരും. അങ്ങനെ ഓക്കെ. √2 minus √3 etc. 1 ന് വേണമെങ്കിൽ √1 എഴുതാം. The sequence. Okay. Now find an expression for nth terms of the following sequence. ഈ സീക്വൻസുകളുടെ nth ടേം എങ്ങനെ എഴുതാം എന്നുള്ളത് നേരെ തിരിച്ച് നമ്മളിപ്പോ ചെയ്ത ഇതിന്റെ നേരെ റിവേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 3/√2 4/√3 അടുത്ത ടേം 5/√4 എക്സെട്ര. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇതിന്റെ nth ടേം? ഇതിന്റെ nth ടേം കാണാൻ നമ്മൾ നാച്ചുറൽ നമ്പറിലേക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യണം. സോ the terms of the sequence are a1 equal to 2 divided by ഒന്നുമില്ല, ഇവിടെ √4 ഇവിടെ √3 ഇവിടെ √2 ഇവിടെ താഴെ ശരിക്കും എന്താ വരണ്ടേ? എന്താണ് വരണ്ടേ? √1 ആണ്. അപ്പൊ 2 divided by √1. a2 equal to 3 divided by √2. a3 equal to 4 divided by √3. a4 equal to 5 divided by √4. What is an? Is an a1 2 അല്ലെ? മുകളിൽ 2 a2 ഇവിടെ 3 a3 ആകുമ്പോൾ ഇവിടെ 4. അപ്പൊ n ആകുമ്പോൾ എന്താണ്? n+1 divided by ഇവിടെ 1 ആകുമ്പോൾ ഇവിടെയും 1 ഇവിടെ 2 ആകുമ്പോൾ ഇവിടെയും 2. that is √n is the nth term of sequence. Okay. അപ്പോൾ ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി നോക്കാം. സെക്കൻഡ് 1/8 1/27 1/64 etc. What about this? 2ന്റെ പവർ ആണ്, 3ന്റെ പവർ ആണ്, 4ന്റെ പവർ ആണ് അല്ലേ? a1 equal to 1. ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. a2 equal to 1/8. അതിന് 2നോട് എങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റുമോ? 1/2 cube. What about a3? a3 equal to 1/27. That is 1/3 cube. Right? a4 equal to 1/64. 1/4 cube, right? So in this way we can see that a1 is 1/1 cube and an is 1/n cube. Numerator എപ്പോഴും 1 ആണ്, ഡിനോമിനേറ്റർ n cube ആണ്. So second ഇനി alternate plus or minus വരുന്ന അതെന്താ നോക്കാം. alternate plus or minus വരുന്ന അതുകൂടിയും ഒന്ന് ചെയ്യണമെന്നുണ്ടാവും. തേർഡ് ക്വസ്റ്റ്യൻ 1 minus 1/2 1/3 minus 1/4 etc. What about first term? a1 1, a2 minus 1/2, a3 plus 1/3, a4 minus 1/4, an
1 by n ആണ്. എന്താണ് ഇതിന്റെ കൂടെ വരുന്നത്? ഒരു -1ന്റെ ഫാക്ടറാണ്. അപ്പൊ ആദ്യത്തിന്റെ കൂടെ -1 ഇല്ല, രണ്ടാമത്തെ ആകുമ്പോൾ മൈനസ് ഉണ്ട്. അപ്പൊ -1ന്റെ പവർ എന്ത് ചെയ്യും? -1 പവർ n-1 കൊടുത്താൽ മതി. അപ്പൊ എന്താവും? n-ന് 1 ആവുമ്പോ -1 പവർ 0, 2 ആവുമ്പോ -1 raised to 2 -1 -1 വരും, 3 ആവുമ്പോ -1 raised to 3 -1, that is +1. Okay, this is the nth term of the sequence. അപ്പോ nth term of the sequence ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രണ്ടും, അതായത് സീക്വൻസിന്റെ nth ടേം കിട്ടിയാൽ നമുക്ക് സീക്വൻസിലെ മുഴുവൻ ടേം കാണാം, സീക്വൻസിലെ മുഴുവൻ ടേം തന്നാൽ അല്ലെങ്കിൽ കുറച്ച് ടേം തന്നാൽ നമുക്ക് nth ടേം കാണാം. പക്ഷെ സീക്വൻസ് ചിലപ്പോ ഞാൻ പറഞ്ഞ പോലെ സീക്വൻസ് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് വേണ്ടത് സീക്വൻസിലെ മുഴുവൻ ടേമും കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ എത്രാമത്തെ ടേം കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടായാൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. റിക്കേഴ്സീവ് ഡെഫിനിഷൻ നോക്കാം. സീക്വൻസ് ആർ often defined using recursive formula. Recursive formula definition എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് a1 equal to 1 ഇല്ല, ഇനി an equal to 2 an minus 1 എന്താവും? n greater than equal to 2. ഇങ്ങനെ വന്നാൽ നോക്കാം a1 equal to 1. What is a2 from here? a2 equal to 2a1. What is a1? That is a1 equal to 1. What about a3? 2a2, right? Now what is a2? That is 2 into 2, that is 2 square, right? What about a3? a4? a4 equal to 2a3, that is 2 into 2 square, that is 2 cube, right? So actually an equal to 2 raised to n minus 1, but this definition is given like this. ഇത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നൊരു ഇതുണ്ടാവും, ഫിബൊനാച്ചി സീക്വൻസ്. ഫിബൊനാച്ചി സീക്വൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്കറിയാം അല്ലെ? ഫസ്റ്റ് ടേം 1 ആണെന്നും 0 ആണെന്നും പറയാറുണ്ട്. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1 അല്ലെ? ഈ രണ്ട് ടേമും അറിയാം. തേർഡ് ടേം എന്തായിരിക്കും? 2. ഫോർത്ത് ടേം എന്തായിരിക്കും? 3. ഫിഫ്ത്ത് ടേം എന്തായിരിക്കും? 5. അടുത്ത ടേം എന്തായിരിക്കും? 8. അടുത്ത ടേം എന്തായിരിക്കും? 13. അടുത്ത ടേം എന്തായിരിക്കും? 21. ഓക്കെ, എങ്ങനെയാണ് ഈ സീക്വൻസ് കിട്ടിയത്? ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടി? ഫസ്റ്റ് ടേം 1 ആണ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ടേം എങ്ങനെ കിട്ടി? സെക്കൻഡ് ടേം 1 ആണ് നമ്മൾ പറഞ്ഞു. തേർഡ് ടേം എങ്ങനെ കിട്ടി? തേർഡ് ടേം അതിന്റെ മുമ്പത്തെ രണ്ട് ടേമിന്റെയും സമ്മാണ്. ഫോർത്ത് ടേമോ അതിന്റെ മുമ്പത്തെ രണ്ട് ടേമിന്റെയും സമ്മാണ്. സോ വാട്ട് ഈസ് an? an minus 1 plus an minus 2 അല്ലെങ്കിൽ an plus 2 equal to an plus 1. തൊട്ട് മുമ്പത്തെ രണ്ട് ടേമിന്റെ സമ്മാണ്. ഇത് എത്രാമത്തെ ടേം മുതൽ അത് ശരിയാവുക? a3 മുതൽ. അപ്പൊ a3 ആവുമ്പോൾ എപ്പോഴാണ് n-ന് 1 കൊടുക്കുമ്പോൾ അല്ലെ? n greater than or equal to 1. So this Fibonacci sequence can be defined as a1 equal to 1, a2 equal to 1, an plus 2 equal to an plus 1 for n greater than or equal to 1. So such a definition is called a recursive definition. So next question noka. Find the first 5 terms.
sequence an with a1 equal to first term is given, first 5 terms first term is given, second term is given. നമ്മൾ തേർഡും ഫോർത്തും ഫിഫ്ത്തും കണ്ടാൽ മതി അല്ലേ? ഇതാണ് ഫോർമുല. an plus 1 equal to 2an minus 1. So recursive definition has two parts. First part is a set of given values. Explicitly ഒന്നോ അതിലധികമോ ടേമുകൾ തരും. ഫസ്റ്റ് ടേം ഇതാണ്, സെക്കൻഡ് ടേം ഇതാണെന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് തരും. ആൻഡ് എ റിക്കേഴ്സീവ് ഫോർമുല, റിക്കേഴ്സീവ് ഫോർമുല കാരണം വീണ്ടും വീണ്ടും അപ്ലൈ ആവുന്ന ഫോർമുല. റിക്കേഴ്സീവ് ഫോർമുല, a ഫോർമുല വിച്ച് കോൾ ഇറ്റ് സെൽഫ്, അതിനെ ഉപയോഗിച്ച് വീണ്ടും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിക്കേഴ്സീവ് ഫോർമുലയുടെ പ്രത്യേകത. അപ്പൊ റിക്കേഴ്സീവ് ഫോർമുലയും ഒന്നോ അതിലധികമോ ഇനീഷ്യൽ ടേംസും തരുന്നതാണ് റിക്കേഴ്സീവ് ഡെഫിനിഷൻ. ഓക്കെ, ഇതാണ് സീക്വൻസിന്റെ ഡെഫിനിഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. Now, why we are interested in sequences എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് പറയേണ്ട കാര്യമാണ്, വളരെ എലാബറേറ്റ് ചെയ്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളുടെ മാത്തമാറ്റിക്സിലെ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഇങ്ങനത്തെ ടെർമിനോളജീസ് ഒക്കെ, അല്ലെങ്കിൽ എല്ലാ കണ്ടിന്യൂറ്റി വരെ അങ്ങനെ അനാലിസിലെ മാത്തമാറ്റിക്കൽ അനാലിസിലെ എല്ലാ കൺസെപ്റ്റും നമുക്ക് സീക്വൻസ് ഉപയോഗിച്ച് പറയാവുന്നതാണ്. ഇപ്പൊ സീക്വൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് കൺവേർജൻസ്. സോ വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് എ സീക്വൻസ്? ഇതാണ് നമ്മളുടെ സീക്വൻസിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോ എന്താണ് ഒരു സീക്വൻസിന്റെ ലിമിറ്റ് എന്നുള്ളത് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. നമുക്ക് സീക്വൻസ് 1/n എന്നുള്ള സീക്വൻസ് കൺസിഡർ ചെയ്യാം. 1, 1/2, 1/3, 1/4, 1/5 എക്സെട്ര. ഇതെവിടെ അവസാനിക്കുക? 1/n പ്ലസ്. ഒരിക്കലും അവസാനിക്കാതെ എങ്ങനെ പോകും? ഞാൻ ഈ സീക്വൻസിലെ ടേംസിനെ റിയൽ ലൈനിൽ അടയാളപ്പെടുത്താൻ പോകണം. ഇവിടെ 0 ഇവിടെ 1 വെച്ചു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് a1, 1 അല്ലേ? വാട്ട് അബൌട്ട് a2? ദിസ് a2. ഇതിന്റെ 1/3 ആണ് a3. ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റ് ഇതാണ് a4. ഇതിന്റെ 1/5 ആണ് a5, a6, a7. Now what happens here? a7 ആയിട്ടുള്ളൂ. നമുക്ക് a100 പറയണം, a1000 പറയണം, a1 lakh പറയണം, a1 crore പറയണം. എവിടെ? ഈ ചെറിയ ഡ്യൂറേഷനില് ഈ സീക്വൻസിലെ മുഴുവൻ ടേം വരും. ഈ സീക്വൻസിലെ ടേം ഒരിക്കലും 0 എന്നുള്ള ടേമിൽ ഒരിക്കലും എത്തൂല. 0 എന്നുള്ള ടേമിൽ ഇത് ഒരിക്കലും എത്തിച്ചേരൂല. പക്ഷേ 0ന്റെ മുമ്പ് തന്നെ ഈ സീക്വൻസിലെ മുഴുവൻ ആളുകളും ഇവിടെ വരും. ഇവിടെ ഇങ്ങനെ ഈ സീക്വൻസിലെ ടേം ഒക്കെ ഇവിടെ ഇങ്ങനെ. നമുക്ക് ഈ സീക്വൻസിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ സീക്വൻസ് 1ൽ നിന്ന് 0യിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 0ന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പിലും അത് 0യുമായിട്ടുള്ള അകലം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നാമത്തെ ടേമും 0യും തമ്മിൽ 1 യൂണിറ്റ് ദൂരം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ടേമും 0യും തമ്മിലുള്ള ദൂരം ഹാഫായി കുറഞ്ഞു. മൂന്നാമത്തെ ടേമും 0യും തമ്മിലുള്ള 1/3 ആണെങ്കിൽ നാലാമത്തതും തമ്മിലുള്ള ദൂരം 1/4 ആയി. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഈ സീക്വൻസിലെ ടേം എന്താണ് ചെയ്യുന്നത്? 0യുമായിട്ടുള്ള അകലം കുറച്ചുകൊണ്ട് വരികയാണ് അല്ലെ? ഇതിനാണ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലിമിറ്റ് ഓഫ് എ സീക്വൻസ്? രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. ഒന്നാമത്തെ ഡെഫിനിഷൻ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു രീതിയിൽ പറയാം.
എന്താണ് limit of a sequence? A sequence n has a limit L we write limit n tends to infinity an equal to L. എന്നാൽ ഈ സീക്വൻസിലെ എത്രാമത്തെ ടേമാണ് n വെരി ലാർജ് ആകുമ്പോൾ ഈ സീക്വൻസിലെ ടേം L ആണ് എന്ന് നമ്മൾ എഴുതും. എപ്പോഴാണ് ഇങ്ങനെ എഴുതുക? എപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാ? അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ എഴുതുക? If an can be made as close to L as we please. അതിന്റെ മീനിങ് എന്താണെന്ന് ആലോചിക്കുക. നമ്മൾ ഇഷ്ടപ്പെടുന്നത്ര എന്നിന്റെയും എല്ലും തമ്മിലുള്ള ദൂരം അടുത്ത് വരും. By taking n sufficiently large. Okay. If limit n exists, we say sequence n converges, otherwise it diverges. അപ്പൊ നോക്കുക, എപ്പോഴാണ് ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെന്ന് പറയാം? ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുക. എന്നും എല്ലും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരാന്നാണോ? എന്നും സീക്വൻസിലെ ടേമും ലിമിറ്റ് ആയിട്ടുള്ള അതാണ് ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ, ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0യുമായിട്ടുള്ള ദൂരം കുറഞ്ഞു വരാന്നാണോ? എത്ര കുറഞ്ഞു വരിക? ആദ്യം 1 ഉണ്ടായിന്ന്, പിന്നെ 1/2 ആയി, പിന്നെ 1/3 ആയി. അപ്പൊ എത്ര കുറഞ്ഞു? ഇനിയും കുറയോ? 1/4 ആയി, ഇനിയും കുറയോ? എത്ര കുറയും? എത്ര കുറയും? നമുക്ക് ഇഷ്ടപ്പെട്ട അത്ര കുറയും. അതാണ് പ്രത്യേകത. എത്രയാണ് നിങ്ങൾക്ക് കുറക്കേണ്ടത്? നമുക്ക് സീക്വൻസിലെ ടേമും ലിമിറ്റും തമ്മിലുള്ള ദൂരം എത്രയാണ് നിങ്ങൾക്ക് കുറക്കേണ്ടത്? അതിനനുസരിച്ച് n കൂട്ടിയെടുത്താൽ മതി. ഉദാഹരണമായിട്ട് an-നെ എല്ലിന്റെ എന്താ പറയാ 0.00000001 ഇത്രയും ക്ലോസ് ആക്കണം എന്നും എല്ലും തമ്മിൽ. എൽ എന്താണ്? 0. What about this number? This number equal to 1 divided by 1, 2, 3, 4, 5, 6, 7, 8, 9. അയ്യോ, 3, 5, 8, 9. ഈ നമ്പർ ആണ് അതാണ്. നോക്കുക, this is a term of the sequence. This 10 raised to 9. This is the 10 raised to 9. 1, 2, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി. ഇത് 1/1 കോടിയാണ്. ഇത് 1/1 കോടി, 1 കോടി, സോറി 1/100 crores ആണ്. This is the 100 croreth term of the sequence. അല്ലെ? സീക്വൻസിലെ ടേമുകൾ എങ്ങനെ വേണേ? 1,
1, 1/2, 1/3, 1 അങ്ങനെ 100 കോടി വട്ടം നമ്മൾ പോയ എവിടെ എത്തും? ഈ സീക്വൻസിൽ, ഈ ടേമിലെത്തും. So from this term of the sequence, it has this much distance to L. So a sequence AN converges to L if the distance between the terms of the sequence AN's എല്ലാ ടേമും വേണ്ട, കുറച്ച് ടേമെങ്കിലും, അല്ലെങ്കിൽ അല്ലെ, നമുക്ക് ഇഷ്ടപ്പെട്ടത്ര സീക്വൻസിലെ ടേമും അതിന്റെ ലിമിറ്റും തമ്മിലുള്ള ദൂരം കുറക്കാൻ കഴിയുമെങ്കിൽ എങ്ങനെ? ബൈ ടേക്കിംഗ് സഫിഷ്യൻലി ലാർജ് എൻ. എന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 100 കോടിയാണ്. നമുക്ക് ഇത്രയും കുറക്കണമെങ്കിൽ 100 കോടി ആവണം. ഇനിയും കുറക്കണമെങ്കിലോ ഇനിയും കൂടുതൽ വലിയ നമ്പേഴ്സ് എടുക്കണം. സോ this is the concept of convergence of a sequence. Okay, now it's the time to define the precise definition of. ഇതിൽ നിന്നാണ് നമ്മൾ അടുത്ത ഡെഫിനിഷൻ പറയാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാസിക്കൽ ഡെഫിനിഷൻ ആണ്. ലിമിറ്റ് ഓഫ് എ സീക്വൻസ് വീണ്ടും ഡിഫൈൻ ചെയ്യാണ്. A sequence converges and has a limit L and limit n tends to infinity n equal to L if ഈ നമ്പറിനെ നമ്മൾ എപ്സിലോൺ എന്ന് വിളിക്കുക. ഈ നമ്പറിനെ എപ്സിലോൺ എന്ന് വിളിക്കുക. അപ്പോ for every epsilon greater than 0 there exists a natural number, there exists a positive natural number in a positive integer n such that mod an minus L less than epsilon for every n greater than n. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? തൊട്ട് മുമ്പത്തെ ടേമിലേക്ക് നോക്കാം, തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിലേക്ക് പോവാം. സീക്വൻസ് 1/n minus 0 ലെസ് ദാൻ പോയിന്റ് എത്ര? 1, 2, 3, 4, 5, 6, 7, 8 അല്ലെ? ലെസ് ദാൻ ദിസ് for every n greater than 10 raised to 9. 100 കോടിയാമത്തെ ടേം കഴിഞ്ഞാൽ, 100 കോടി ടേം എത്തുമ്പോ 100 കോടിയാമത്തെ ടേമും 1/n അല്ല 0 തമ്മിലുള്ള ദൂരം ഇതാണ്. അത് കഴിഞ്ഞാലോ അതിനേക്കാളും കുറയും. That is, when the natural number n greater than this number, ഈ ടേമില് ഇതാണ് ഡിസ്റ്റൻസ്. ഈ ടേം കഴിഞ്ഞാലോ, ഈ ടേം കഴിഞ്ഞാൽ the distance between the terms of the sequence and limit 0 becomes less than this quantity. We call this quantity as epsilon. So this sequence the nth termum എല്ലും തമ്മിലുള്ള ദൂരം can be made less than this epsilon for every n greater than capital N. Then we say that this sequence converges to this point. This sequence converges to this point if such an epsilon
and such an n exits. What is the property of n and epsilon? After this much terms, the distance between the terms of the sequence and L is less than the number we have chosen. എങ്ങനെ ഈ നമ്പർ കിട്ടിയത്? നമ്മൾ ഇഷ്ടത്തിനെടുത്താണ്. അപ്പൊ നമ്മൾ തെരഞ്ഞെടുത്ത ഏത് എപ്സിലോണിനെക്കാളും എന്നും എല്ലും തമ്മിലുള്ള ദൂരം കുറക്കാൻ കഴിയുമെങ്കിൽ we say that the sequence converges or such a limit exists. Okay.